പഴയകാല ക്രൈസ്തവ രക്തസാക്ഷികളിൽ പ്രഥമ സ്ഥാനമാണ് മെത്രാനും രക്തസാക്ഷിയുമായ വിശുദ്ധ ഇഗ്നേഷ്യസിനുള്ളത്. ഇഗ്നേഷ്യസ് തിയോഫോറസ് എന്നും ഈ വിശുദ്ധൻ അറിയപ്പെടുന്നു. അന്ത്യോക്യയിൽ നിന്നും റോമിലേക്കുള്ള ഇദ്ദേഹത്തിന്റെ അവസാന യാത്ര ഒരു കുരിശിന്റെ വഴിയെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു. ഈ യാത്രയിൽ അദ്ദേഹം എഴുതിയ കത്തുകൾ കുരിശിന്റെ വഴിയിലെ 7 പാദങ്ങളുടെ പ്രതിരൂപമായി കണക്കാക്കുന്നു. ക്രിസ്തുവിനെ പ്രതി അദ്ദേഹത്തിനുണ്ടായിരുന്ന അപാരമായ സ്നേഹവും ക്രിസ്തുവിനോട് കൂടിച്ചേരുവാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹവും തീക്ഷ്ണതയും ഈ കത്തിൽ പ്രകടമാണ്. അപ്പസ്തോലിക കാലഘട്ടത്തിന് ശേഷമുള്ള പുരാതന ക്രൈസ്തവ ദൈവശാസ്ത്രത്തെ പറ്റി നമുക്ക് വിവരങ്ങൾ നൽകുന്ന 7 അമൂല്യ രത്നങ്ങളാണ് ഈ കത്തുകൾ. വിശുദ്ധ ഇഗ്നേഷ്യസ് ഏത് വർഷമാണ് മരിച്ചതെന്ന് എന്നതിനെക്കുറിച്ച് വിവരങ്ങൾ ലഭ്യമല്ല. ഒരുപക്ഷെ ട്രാജൻ ഭരണകാലത്ത് രക്തദാഹികളായ ജനതകളെ ആനന്ദിപ്പിക്കുന്നതിനായി 10,000-ഓളം പടയാളികളുടെയും 11,000-ഓളം വരുന്ന വന്യമൃഗങ്ങളുടെയും ജീവൻ ബലി കഴിച്ചുകൊണ്ട് നടത്തിയിരുന്ന വിജയാഘോഷ വേദികളിൽ എവിടെയെങ്കിലും ആകാമെന്ന് ഇപ്പോഴും കരുതപ്പെടുന്നു. വിശുദ്ധന്റെ മഹത്വപൂർണമായ രക്തസാക്ഷിത്വത്തിന് വേദിയായ രക്തസാക്ഷിത്വ മണ്ഡപം ഒരുപക്ഷെ കൊളോസിയമാകാം. സിംഹങ്ങളുടെ കൂർത്ത പല്ലുകളാൽ ഛിന്ന ഭിന്നമാക്കപ്പെട്ട് ക്രിസ്തുവിന് വേണ്ടി വിശുദ്ധ ഇഗ്നേഷ്യസ് രക്തസാക്ഷിത്വം വരിച്ചുവെന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശുദ്ധന്റെ അവസാന വാക്കുകളായി കരുതപ്പെടുന്നത് ഇപ്രകാരമാണ്: സിറിയ മുതൽ റോം വരെ കരയിലും കടലിലും എനിക്ക് വന്യമൃഗങ്ങളോട് ഏറ്റുമുട്ടേണ്ടതായിട്ട് വന്നു. പകലും രാത്രിയിലും ഏതാണ്ട് 10ഓളം പുള്ളിപ്പുലികൾക്ക് നടുവിൽ ഞാൻ ബന്ധനസ്ഥനാക്കപ്പെട്ടു. നല്ലതായി പെരുമാറും തോറും ക്രൂരന്മാരായിക്കൊണ്ടിരുന്ന ഇവരാണ് എന്റെ കാവൽക്കാർ. ഇവരുടെ ക്രൂരമായ പെരുമാറ്റങ്ങൾ എനിക്കുള്ള നല്ല ശിക്ഷണമായിരുന്നുവെങ്കിലും അവസാന വിധി ഇനിയുമായിട്ടില്ല. എനിക്ക് വേണ്ടി ഇപ്പോഴേ തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന വന്യമൃഗങ്ങളുമായി മുഖാമുഖം കാണേണ്ടി വരും. ഞാൻ അവയോട് പെട്ടെന്നുള്ള എന്റെ വിടവാങ്ങലിനായി അപേക്ഷിക്കേണ്ടി വന്നേക്കാം. മറ്റ് സാക്ഷികൾക്ക് സംഭവിച്ചതുപോലെ എന്റെ ശരീരത്തെയും ആർത്തിയോടെ തിന്നുവാനായി ഞാൻ അവയെ ക്ഷണിക്കും. എന്റെ മേൽ ചാടി വീഴുന്നതിന് അവ മടിക്കുകയാണെങ്കിൽ എന്നെ തിന്നുവാനായി ഞാൻ അവയെ പ്രേരിപ്പിക്കും. എന്റെ കുഞ്ഞുമക്കളെ, ഇത്തരം വാക്കുകൾക്ക് എന്നോട് ക്ഷമിക്കുക. എനിക്ക് നല്ലത് എന്താണെന്ന് അറിയാം. കാണപ്പെട്ട വസ്തുക്കൾ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ക്രിസ്തുവിനെ കണ്ടെത്തണം. തീയും കുരിശും വന്യമൃഗങ്ങളും ഒടിഞ്ഞു നുറുങ്ങിയ എല്ലുകളും പൂർണ്ണമായും കീറിമുറിക്കപ്പെട്ട ശരീരം, സാത്താന്റെ പീഡനവും. എനിക്ക് ക്രിസ്തുവിലെത്തുവാൻ കഴിയുമെങ്കിൽ ഇവയെല്ലാം എന്നെ കീഴ്പ്പെടുത്തിക്കൊള്ളട്ടെ.